അത് ധരിക്കുകൊണ്ടോ പൂർവജന്മ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെയും നമ്മളെ ബാധിച്ചിട്ടുള്ള അനവധിയായ മലിനമായ ഊർജത്തെ സ്വാംശീകരിക്കാൻ ഈ ശക്തി കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ഹരി ഓം, നമസ്തേ. ഞാൻ സുദർശൻജി മേഴത്തൂർ. ഹൈന്ദവർക്കിടയിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരാചാരമാണ് ഭസ്മധാരണം എന്നുള്ളത്. സാധാരണ നമുക്കെല്ലാം അറിയാം, സ്നാനം കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദേവതാ പ്രസാദം ധരിക്കുക എന്നുള്ളത് ഹൈന്ദവരുടെ ചിട്ടകളുടെ ഭാഗമാണ്. ഭസ്മധാരണോ കളഭോ കുങ്കുമോ ഒക്കെ ധരിക്കുക വെച്ചാൽ അത്യന്തം വിശേഷമാണ്. അതിൽ ഭസ്മധാരണത്തിന് എന്താണ് ഇത്രയും പ്രാധാന്യം? നമ്മൾ തമിഴ്നാട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ ശൈവക്ഷേത്രങ്ങളിൽ, ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ചിദംബര ക്ഷേത്രം. ചിദംബരത്തെ എന്നാൽ അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പ്രസാദമാണ് വിഭൂതി എന്നറിയപ്പെടുന്ന നമ്മുടെ ഭസ്മം. വിഭൂതി എന്ന് മാത്രമല്ല, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ തിരുച്ചാമ്പൽ എന്നാണ് അതിനെ പറയുക. ഈ തിരുച്ചാമ്പൽ, പഴയ മലയാള ഭാഷയിൽ ചാമ്പൽ എന്ന വാക്കിനർത്ഥം എല്ലാം ഇല്ലാണ്ടായാൽ ബാക്കി യാതൊന്നാണോ അവശേഷിക്കുന്നത് അതാണ് ചാമ്പൽ, അല്ലേ? അപ്പോഴേ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു വൈദിക വശം വെച്ചാൽ എല്ലാം ഇല്ലാണ്ടായാൽ ബാക്കി നിലനിൽക്കുന്നതാണ് നമ്മുടെ ഈ തത്വം, അതാണ് ശിവം എന്നുള്ളത്, അതാണ് ഭസ്മം. അപ്പോൾ ഭസ്മത്തിൻ്റെ ഒരു സ്പിരിച്വൽ വശം അതാണ്. യാതൊന്നാണോ എല്ലാം ഇല്ലാണ്ടായാൽ ഇനി ഒന്ന് നിലനിൽക്കുന്നത്, അത് ഹരി എന്ന വാക്കിന് അർത്ഥം അതാണല്ലോ. ഭഗവാൻ എല്ലാം ഇല്ലാണ്ടായാൽ ബാക്കി നിലനിൽക്കുന്നത് എന്താണോ അത് ഭഗവാൻ എന്നാണല്ലോ അർത്ഥം. യഥാർത്ഥത്തിൽ ചാമ്പൽ എന്ന വാക്കിനർത്ഥവും ഇത് തന്നെയാണ്. അത് ധരിക്കുന്നതുകൊണ്ടുള്ള അനവധി ഗുണങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ വിഷ്ണു പുരാണത്തിൽ പരിശോധിക്കുക വെച്ചാൽ അതിലൊരു ഭാഗം പറയുന്നുണ്ട്, ഭഗവതി മഹാലക്ഷ്മി സ്നാനം ചെയ്യുന്നത് ഭസ്മതീർത്ഥത്തിലാണ് എന്ന് പറയുന്നു. ഭസ്മതീർത്ഥം വെച്ചാൽ ഭസ്മം കൊണ്ട് ലയിക്കപ്പെട്ട തീർത്ഥത്തിൽ ഭഗവതി നീരാടുന്ന കൊണ്ടാണ് ഭഗവതി മഹാലക്ഷ്മി ഇത്രയും സൗന്ദര്യത്തോടെയും ഐശ്വര്യത്തോടെയും നിലനിൽക്കണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഭഗവതി നീരാടുന്നത് കൊണ്ട്, ശ്രീ മഹാലക്ഷ്മി കുളിക്കുന്നതുകൊണ്ട് ഭസ്മത്തിന് തിരുനീര്, ഭസ്മജലത്തിനൊരു പേര് കൂടിയുണ്ട്, തിരുനീര് എന്നൊരർത്ഥം. ഇപ്പൊ തിരുനീര് വെച്ചാൽ ഭസ്മജലമാണ്. ഭസ്മം തൊട്ട ജലത്തിന് പോലും അത്യന്തം വിശേഷമുണ്ട്, പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. അത് ധരിക്കുകൊണ്ടോ പൂർവജന്മ പാപങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. യാതൊരാപത്തും, ദേവീഭാഗവത്തിലൊക്കെ പറയുന്നുണ്ട്, യാതൊരുവൻ ഭസ്മം ധരിച്ചിരിക്കണോ, ഭസ്മരുദ്രാക്ഷധാരി ശിവപ്രതീകാണ് എന്നാണ് പറയുന്നത്. മഹാപാപിയാണെങ്കിലും ബ്രഹ്മഹത്യാപാപിയാണെങ്കിലും മാതൃഘാതകൻ പിതൃഘാതകൻ ജന്മാന്തരമായ ദുഷ്കൃതങ്ങൾ ചെയ്തവൻ പോലും ഭസ്മരുദ്രാക്ഷങ്ങളെ ധരിക്കുകയിലോ അവൻ ജന്മാന്തരങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ പോലും മുക്തനാവും എന്നുള്ളതിൽ സംശയമില്ല. അവിടെയാണ് ഭസ്മധാരത്തിന് വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിച്ചത്. ഭസ്മം ധരിക്കാതെ ചെയ്യണ സൽക്കർമ്മങ്ങൾക്കൊന്നും ഫലമില്ല അത്രേ. ഇപ്പൊ യാതൊരുവനാണോ, അത് ഗരുഡപുരാണത്തിന്റെ ഒരു വിവക്ഷയാണ്. യാതൊരുവൻ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവന്റെ ലലാടത്തിങ്കല് നെറ്റിത്തടത്തിങ്കൽ ഭസ്മം ധരിച്ചിട്ടില്ലയോ ആ സൽക്കർമ്മത്തിന്റെ ഫലമൊക്കെ വിഫലമായി പോകണമെന്നാണ് സങ്കല്പം. അപ്പൊ ചിദംബരത്തിന്റെ പ്രമാണം അനുസരിച്ച് ഈ തിരുച്ചാമ്പല് നമ്മുടെ ശരീരത്തിൽ പൂശുന്നതോടു കൂടിയിട്ട് യഥാർത്ഥത്തിൽ കേവലമായ മനുഷ്യൻ ബ്രഹ്മസ്വരൂപായ ശിവനിലേക്ക് ഉയർത്തപ്പെടുന്നു എന്നാണ് സങ്കല്പം. ഭസ്മധാരത്തിന് ഒട്ടനവധി വിശേഷമുണ്ട്. പ്രത്യേകിച്ച് അതിന്റെ ശാസ്ത്രീയ വശത്തെ കൂടെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രഭാതവേളയിൽ, പുരുഷന്മാരുടെ കാര്യമാണ് പറയുന്നത്, പ്രഭാതവേളയിങ്കൽ പുരുഷന്മാര് ഭസ്മം നനച്ചും സായാഹ്നത്തില് നനയ്ക്കാതെയും വേണത്രേ ഭസ്മം ധരിക്കാൻ. ഭസ്മം ധരിക്കുന്നത് ശരീരത്തിന്റെ പ്രത്യേക നെറ്റിത്തടങ്ങളിലാവട്ടെ, ഹൃദയങ്ങളിലാവട്ടെ, തോളുകളിലാവട്ടെ, പാദങ്ങളിലാവട്ടെ, ഉരസകളില്, ഇവിടെയൊക്കെ ഭസ്മം ധരിക്കുമ്പോൾ രാവിലെ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ ആർജിച്ചിട്ടുള്ള നിദ്രയിലൂടെയൊക്കെ ബാധിച്ചിട്ടുള്ള അനവധിയായ അശുദ്ധികൾ, ശരീരത്തിലുണ്ടാവുന്ന അനവധിയായ നീർക്കെട്ടുകൾ, ആയുർവേദ ശാസ്ത്രപ്രകാരം പരിശോധിക്കുകയാണെങ്കിൽ ആ നീർക്കെട്ടുകളെ പോലും ഒന്ന് വലിച്ചെടുക്കാനുള്ള ഒരു ശക്തിയും വൈഭവവും ഈ ഭസ്മത്തിനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അനവധിയായ ഒരു ഗുണം ഭസ്മത്തിനുണ്ട്. പ്രത്യേകിച്ച് പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെ, സന്ധ്യാസമയം വരെയും ഒരു ദിവസത്തിൽ നാം ഇടപഴകുന്ന അനവധിയായ സ്ഥലങ്ങൾ, അവിടുന്ന് ബാധിക്കുന്ന അനവധിയായ ദോഷഫലങ്ങൾ, നമ്മളെ ബാധിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജികൾ, ഇതെല്ലാം തന്നെ സന്ധിക്ക് നമ്മൾ ധരിക്കുന്ന ഭസ്മധാരണത്തിലൂടെ, പ്രത്യേകിച്ച് നനയ്ക്കാതെ ധരിക്കുന്ന ഭസ്മധാരണത്തിലൂടെ പ്രഭാതം മുതൽക്ക് പ്രദോഷം വരെയും നമ്മളെ ബാധിച്ചിട്ടുള്ള അനവധിയായ മലിനമായ ഊർജത്തെ സ്വാംശീകരിക്കാൻ ഈ ശക്തി കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായും 2 സന്ധ്യകളിലും ഭസ്മം ധരിക്കുക വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ സന്ധ്യാനാമൊക്കെ ജപിക്കുന്നതിന് മുമ്പ് മുത്തച്ഛിമാരൊക്കെ നിർബന്ധമായിട്ട് നമ്മളോട് പറഞ്ഞിരുന്നതാണ്, സന്ധ്യയ്ക്ക് ഒന്ന് കൈകാൽ മുഖമൊക്കെ ഒന്ന് കഴുകി ഹശമിച്ച് ഒരു ഭസ്മധാരണം ചെയ്തിട്ടേ നമ്മൾ നാമം ജപിക്കാനിരിക്കുള്ളൂ. പ്രഭാത സന്ധ്യയിലും പ്രദോഷ സന്ധ്യയിലും
ആ നാമം ജപിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരാർപ്പിതങ്ങളായ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭസ്മധാരണം വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ധരിച്ചിരുന്നു. അതുകൊണ്ട് ഭസ്മരുദ്രാക്ഷധാരി ശിവന് തുല്യം എന്ന് പറയുമ്പോൾ മരിക്കുമ്പോൾ ആരുടെ ശരീരത്തിലാണോ ഭസ്മരുദ്രാക്ഷങ്ങൾ ഉള്ളത്, ശിവപുരാണത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നതാണ്. ഭസ്മരുദ്രാക്ഷങ്ങളോടെ നമുക്ക് മരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാനൊന്നും സാധിക്കില്ല, എങ്കിലും ഭസ്മരുദ്രാക്ഷങ്ങളോടുകൂടി ഭരിക്കാൻ സാധിക്കുന്നവർക്ക് പ്രത്യക്ഷത്തിൽ തന്നെ ശിവലോകം പ്രാപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഭസ്മമാഹാത്മ്യം ചെറുതല്ല. ഭസ്മം ധരിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ചൈതന്യവർദ്ധനവിനും കൂടെ വളരെ പ്രാധാന്യമാണ്. തിരുനീര് എന്നറിയപ്പെടുന്ന മഹാലക്ഷ്മിയാൽ സ്നാനം ചെയ്തിട്ടുള്ള ഭസ്മം ധരിക്കുന്നവർക്ക് എന്നും ഐശ്വര്യം ഉണ്ടാവുന്നത്. ഭസ്മം ധരിക്കുന്നവരെ കാണുമ്പോഴേ തന്നെ ഒരു തേജസ്സും ശ്രേഷ്ഠതയും ഐശ്വര്യമൊക്കെ വന്നു ചേരും. അവർക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല, ഐശ്വര്യവും സമ്പത്തും ശ്രേയസ്സും വന്നു ചേരും അത്രേ. കൊണ്ട് തിരുനീരും ചിദംബരത്തിൽ നിന്ന് പറയുന്ന തിരുച്ചാമ്പലും നമ്മുടെ ഭസ്മാണ്. അതിന് വലിയ പ്രാധാന്യമാണ്. ഭസ്മം ധരിക്കുന്നവൻ എല്ലാ പ്രകാരത്തെങ്കിലും പരിശുദ്ധനായിട്ട് ഭവിക്കും എന്നും പറയുന്നു. അതുപോലെ തന്നെ ഈ ലോകത്തെ പദാർത്ഥങ്ങളിൽ അശുദ്ധി ഇല്ലാത്തൊരു പദാർത്ഥമാണ് ഭസ്മം എന്ന് പറയും അല്ലേ. അപ്പൊ നമ്മൾ ഏതവസ്ഥയിൽ ഇരിക്കുമ്പോഴും ഭസ്മം ധരിക്കാം. ശുദ്ധാശുദ്ധങ്ങളോ പാടില്ലായ്മകളോ എന്തുണ്ടെങ്കിലും ഭസ്മധാരണത്തിന് വിലക്കില്ല. മറ്റ് കുറിക്കൂട്ടുകളൊക്കെ ധരിക്കുമ്പോൾ വിലക്കുണ്ടാവും. കാരണം എല്ലാ അശുദ്ധികളും അഗ്നിയിൽ സ്ഫുടം ചെയ്താൽ അത് പരിശുദ്ധമായി മാറുന്ന അഗ്നിശുദ്ധിയാണല്ലോ ഏറ്റവും വലിയ ശുദ്ധി. അതുകൊണ്ട് അഗ്നി പരിശുദ്ധിയിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു പദാർത്ഥമാണ് ഭസ്മം. ഭസ്മം ധരിക്കുന്നവർക്ക് അശുദ്ധിയില്ല. ഏത് അശുദ്ധി കാലത്തും ഭസ്മം ധരിക്കുക. അപ്പം മുടങ്ങാതെ നിർവഹിക്കേണ്ട കാര്യമാണ്. അശുദ്ധിക്ക് ബാധകമല്ല എന്ന് പറയുമ്പോൾ പുലവാലായ്മകളിൽ പോലും എന്നാണ് പറയണത്. വളരെ ലിംഗപുരാണത്തിൽ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് അല്ലേ. ഭസ്മധാരണം മുടക്കേണ്ടതില്ല. സന്ധ്യാവന്തനം ഇല്ലാത്ത കാലങ്ങളിൽ, അശുദ്ധി കാലങ്ങളിൽ പോലും ഭസ്മധാരണത്തിന് യാതൊരു വിലക്കും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിശ്ചയമായും തിരുനീര് എന്നുള്ള ഭസ്മധാരണത്തിലൂടെ ശ്രേയസ്സും അഭിവൃദ്ധിയും പ്രാപിക്കാൻ സജ്ജനങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു വിഷയവുമായി മറ്റൊരു അധ്യായത്തിൽ കാണാം. നമസ്കാരം.